Hi everyone, this is Rinsi from Groww Malayalam channel. 2022 ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് പേ ചെയ്ത 5 സ്റ്റോക്കുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗ്രോ റിപ്പോർട്ട് കാർഡ് എന്ന നമ്മുടെ സീരീസിൽ നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2022 ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് റെക്കോർഡ് ചെയ്ത 5 സ്റ്റോക്സ്, അതുപോലെ തന്നെ 6 സെക്ടേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഗ്രോ റിപ്പോർട്ട് കാർഡ് എന്ന പ്ലേലിസ്റ്റിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഇന്ന് ടോപ്പ് ഡിവിഡൻഡ് പേയിങ് കമ്പനീസിനെ സെലക്ട് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് ആണ്. അപ്പം ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന് എഗൻസ്റ്റ് കമ്പനി എത്രയാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണ് ഈ ഡിവിഡൻഡ് ഈൽഡ് എന്നുള്ളത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയറിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ലാസ്റ്റ് 12 മന്ത്സിൽ ഹയസ്റ്റ് ഡിവിഡൻഡ് ഈൽഡുള്ള 5 കമ്പനികളാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് എന്ന് 30th December 2022 ആണ്. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്, റിട്ടേൺ ഇക്വിറ്റി മോർ ദാൻ 10% ആണ്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റ് നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ഹയസ്റ്റ് ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ലിമിറ്റഡ്. അപ്പോൾ ഹിന്ദുജ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു പാർട്ടാണ് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്. അപ്പോൾ ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സർവീസ് ലൈക്ക് ബാക്ക് ഓഫീസ് പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ കോൺടാക്ട് സെൻറ്റർ ഒക്കെ. അപ്പോൾ 31st March 2022 പ്രകാരം കമ്പനിക്ക് 7 രാജ്യങ്ങളിലായിട്ട് 21,000 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 10.34% ആണ്. അപ്പോൾ റീസെൻ്റ്ലി കമ്പനി അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് NXT ഡിജിറ്റൽ മീഡിയ അക്വയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അക്വിസിഷന് ശേഷം കമ്പനിയുടെ ഡിജിറ്റൽ മീഡിയ ബിസിനസ് ഒക്കെ ബൂസ്റ്റ് ആവും. ഇനിയിപ്പോൾ നമ്മൾ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റും ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് 31% റവന്യൂ വരുന്നത്, US നിന്ന് 24%, UK നിന്ന് 18%, കാനഡയിൽ നിന്ന് 14%, ഫിലിപ്പീൻസിൽ നിന്ന് 8%, ജമൈക്കയിൽ നിന്ന് 5% ആണ്. പക്ഷേ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം 200 മുതൽ 500 കോടി വരെ ഗ്രൂപ്പ് കമ്പനികളിലെ ഓരോ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഹിന്ദുജ ഗ്രൂപ്പ് ലിമിറ്റഡ്, ഹിന്ദുജ റിയൽറ്റി വെഞ്ചേഴ്സ് ലിമിറ്റഡ്, ഹിന്ദുജ എനർജി ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ NDL ഒക്കെ. അപ്പോൾ ഇതുകൂടാതെ കമ്പനി ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഫോറിൻ കമ്പനികളിൽ ഡെറ്റിലേക്കും കൂടി ഒരു ഏകദേശം 2,645 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പോഷർ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ അവരുടെ മാർജിൻ കുറയുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ മാർജിൻ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2020 13% നിന്ന് ഫൈനാൻഷ്യൽ 2022 4% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IT സെക്ടറിലെ അട്രീഷൻ ലെവൽ കൂടുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,320, P 22.81, ഡെറ്റ് ഇക്വിറ്റി 0.16, 5 year sales CAGR -2.54, ROE 125.01, 1 year returns -12.96%, 5 year CAGR returns 24%, 200 DMA 1,254.82, RSI 1452. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ മഹാരത്ന പബ്ലിക് സെക്ടർ കമ്പനികളിൽ ഒന്നാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ലാർജസ്റ്റ് സ്റ്റീൽ മേക്കിംഗ് കമ്പനികളിൽ ഒന്നും കൂടിയാണ്. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് 65% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈസ്റ്റേൺ അതുപോലെ തന്നെ സെൻട്രൽ റീജിയനിലാണ് കമ്പനിയുടെ പ്ലാന്റ് മെയിൻലി ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 10.40% ആണ്. അപ്പോൾ കമ്പനിക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ ഒരു മഹാരത്ന പബ്ലിക് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എടുക്കുന്നതിലും ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ ഹൈലി സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണ്. അതായത് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതുപോലെ തന്നെ എക്കോണമിയുടെ സിറ്റുവേഷൻ ഒക്കെ കമ്പനീനെ ബാധിക്കും. അതുപോലെ തന്നെ കമ്മോഡിറ്റി പ്രൈസ് വോളറ്റിലിറ്റി ഒക്കെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിലും പ്രഷർ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 84.15 rupees, P 7.32, ഡെറ്റ് ഇക്വിറ്റി 0.58, 5 year sales CAGR 18.54, ROE 25.15, 1 year returns -25.53,
5-year CAGR returns 1.65, 200 DMA 84.99, RSI 14 50.8. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. അപ്പം ഇന്ത്യയിലെ ഒരേ ഒരു ഇൻ്റഗ്രേറ്റഡ് സിങ്ക്, ലെഡ് അതുപോലെ തന്നെ സിൽവർ പ്രൊഡ്യൂസറാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നുള്ളത്. അപ്പോൾ ഇവർ ലോകത്തെ ലോവസ്റ്റ് കോസ്റ്റിൽ സിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ലോകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് സിങ്ക് പ്രൊഡ്യൂസറാണ്. പിന്നെ ഇവർ ഇന്ത്യയിലെ മൈനിങ് ആൻഡ് മെറ്റൽ കമ്പനിയായ വേദാന്തയുടെ സബ്സിഡറിയും കൂടിയാണ്. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 11.52% ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് സിങ്ക് മാർക്കറ്റിൽ 75% മാർക്കറ്റ് ഷെയർ ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലെ സ്ട്രോങ് ലീഡറാണ് ഇവർ. ഇനി കമ്പനിയുടെ മെറ്റൽ മൈനിങ് കപ്പാസിറ്റി വരുന്നത് 1.2 മെട്രിക് ടൺ പെർ ആനോ ആണ്. ഇനി ഇവരുടെ സ്മെൽട്ടർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ സിങ്ക് 9,13,000 TPA, ലെഡ് 2,10,000 TPA, സിൽവർ 800 TPA. അപ്പോൾ ഈ ഒരു ബിസിനസ് ക്യാപിറ്റൽ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ സിങ്ക് ഓർ മൈൻസ് ഒക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിന്റെ എൻട്രി ബാരിയർ കൂടുതലാണ്. സോ ഇത് നമ്മുടെ കമ്പനീനെ കോമ്പറ്റീഷന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പനി സ്റ്റീൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് സിങ്ക് മാർക്കറ്റിനെ 70% കൺസ്യൂം ചെയ്യുന്ന സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിങ്ക് പ്രൊഡ്യൂസേഴ്സ് ആയ ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഇൻഹറന്റ് റിസ്കിലേക്ക് എക്സ്പോസ്ഡ് ആണ്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 317.05 rupees, P 11.74, debt to equity 0.09, 5-year sales CAGR 11.25, ROI 28.75, 1-year returns negative 13.79%, 5-year CAGR returns 1.76%, 200 DMA 295.40, RSI 14 64.1. ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനിയാണ് നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓർ NMDC ലിമിറ്റഡ്. അപ്പം 1958 ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ NMDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ഓർ മൈനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു നവരത്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ അണ്ടറിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർക്ക് 7 ആക്റ്റീവ് അയൺ ഓർ മൈനിങ് ലീസ് ആണുള്ളത്. 5 ഛത്തീസ്ഗഡിൽ, അതുപോലെ 2 കർണാടകയിൽ. ലോകത്തെ ലോവസ്റ്റ് കോസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസറിൽ ഒരാളാണ് കമ്പനി. അപ്പോൾ പന്ന അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഡയമണ്ട് മൈനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് NMDC. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 11.92% ആണ്. അപ്പോൾ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് വരുന്നത് അവരുടെ സ്ട്രോങ് ബിസിനസ് റിസ്ക് പ്രൊഫൈലാണ്. അപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസറിൽ ഒരാളാണ് ഇവർ. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഇവരുടെ ആനുവൽ പ്രൊഡക്ഷൻ വരുന്നത് 42 മെഗാ ടൺസ് ആണ്. ഇത് ഫൈനാൻഷ്യൽ 2021 നോക്കുകയാണെങ്കിൽ 32 to 35 മെഗാ ടൺസ് ആണ്. അതുപോലെ തന്നെ കമ്പനിക്ക് 2025 ആകുമ്പോഴേക്കും അവരുടെ ISS പ്രൊഡക്ഷൻ 67 മെഗാ ടൺസ് ആയിട്ട് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2018 മുതൽ 2021 വരെ നോക്കുകയാണെങ്കിൽ കമ്പനി അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 49 to 57% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ തന്നെ ലോകത്തെ ലോവസ്റ്റ് കോസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവരൊരു ഗവൺമെന്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് റെഗുലാറ്ററി റിസ്ക്കും റിലേറ്റീവ്ലി കുറവാണ്. അപ്പോൾ സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ഈ ലൈറ്റ് അയൺ ഓർ എന്നുള്ളത്. അപ്പോൾ കമ്പനി അവരുടെ 70% അയൺ ഓർ 3 കസ്റ്റമേഴ്സിന് മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ്, JSW സ്റ്റീൽ ലിമിറ്റഡ്, അതുപോലെ ആർസെൽ മിത്തൽ നിപ്പോൺ സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ ഇൻഡസ്ട്രി ഡൗൺ പോകുന്ന ടൈമിൽ ഈ ഒരു ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ റിസ്ക് ഫാക്ടർ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 123.65 rupees, P 5.82, debt to equity 0.11, 5-year sales CAGR 24, ROI 29.06, 1-year returns 8.42%, 5-year CAGR returns 4.54, 200 DMA 104.75, RSI 14 58.8. ഇന്നത്തെ നമ്മുടെ ഫിഫ്ത്ത് കമ്പനി വേദാന്ത ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് മെറ്റൽ ആൻഡ് മൈനിങ് കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. അപ്പോൾ ഇവർ മിനറൽസ് ലൈക്ക് ഇപ്പോൾ സിങ്ക്, ലെഡ്, സിൽവർ, കോപ്പർ, അയൺ ഓർ അലുമിനിയത്തിൻ്റെയൊക്കെ എക്സ്പ്ലോറേഷൻ, പ്രൊഡക്ഷൻ അതുപോലെ തന്നെ സെയിലിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 21.87% ആണ്. അപ്പോൾ 40% മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് അലുമിനിയം പ്രൊഡ്യൂസറാണ് വേദാന്ത ലിമിറ്റഡ്. അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നുള്ളത്. ഇതുകൂടാതെ അവർക്കൊരു ഡൈവേഴ്സിഫൈഡ് മെറ്റൽ പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. അപ്പോൾ അതിൽ വരുന്നതാണ് കോപ്പർ, ലെഡ്, അയൺ ഓർ പോലത്തെ ഇൻഡസ്ട്രിയൽ മെറ്റൽസ്. അപ്പോൾ കമ്പനി ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. സോ മെറ്റൽ ഇൻഡസ്ട്രി റിസ്കിൽ നിന്ന് അവർക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഇത് തരുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു സെക്ടറിൽ റെഗുലേഷൻസ് ആണ് കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓർഡർ പ്രകാരം 2018 ക്ലോസ് ചെയ്തിരുന്നു. അപ്പം ഇതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അയൺ ഓർ മൈനിങ് ഓപ്പറേഷൻ കർണാടക അതുപോലെ തന്നെ ഗോവയിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ വേദാന്തയുടെ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റിനെതിരായിട്ട് പൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കമ്പനിയുടെ ഇമേജിനെ മോശമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ക്ലോസ് ചെയ്യേണ്ടതായിട്ടും
വന്നിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 313.15, P 7.18, debt to equity 1.09, 5 year sales CAGR 12.94, ROE 30.03, 1 year returns negative 12.07%, 5 year CAGR returns 1.93%, 200 DMA 296.59, RSI 14 55.1. സോ ഇതാണ് ഈ ഒരു വർഷത്തെ ടോപ്പ് 5 ഡിവിഡൻഡ് പേയിങ് കമ്പനീസ്. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്കിതുപോലെ യൂസ്ഫുൾ കോണ്ടന്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.